എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 62, 63 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. സംസ്കൃതത്തിൽ അച്ചടിച്ചപ്പോൾ 63, 64 ശ്ലോകങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും 63, 64 അല്ല. കഴിഞ്ഞ ദിവസം നിർത്തിയത് 61 ഇത് 62, 63 ഇനി 62ാമത്തെ ശ്ലോകം വേറെ ഏതെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് കാണാനില്ല, അറിയാനില്ല. വേറെ കോപ്പികളൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ഈ ഒരു പാഠത്തെ മാത്രം ആശ്രയിച്ചേ നമുക്ക് പറയാൻ വല്ലതും സാധിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവിടെ 62ാമത്തെ ശ്ലോകമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. ആദ്യം ശ്ലോകം നോക്കാം. സവൽക്കലാശ്ചാരുജടാകലാപാ സീതാതപക്ലേശസഹാ മഹാന്ത അവിക്രിയാ സാധുചരന്ത്യമുഷ്യാം തപാംസി തീരദ്രുമനിർവിശേഷ. ആദ്യം പദച്ഛേദം പറയാം. സവൽക്കലാഹ ചാരുജടാകലാപാഹ ശീതാതപക്ലേശസഹാ മഹാന്ത അവിക്രിയാഹ സാധു ചരന്തി അമുഷ്യാം തപാംസി തീരദ്രുമനിർവിശേഷാ. വളരെ എളുപ്പം അർത്ഥം പറയാവുന്നൊരു ശ്ലോകമാണിത്. ഇവിടെ തപോധനന്മാർ കാവേരി നദിയുടെ തീരത്ത് നിന്ന് തപസ് ചെയ്യണ കഥയാണ് പറയണത്. ഈ തപോധനന്മാരെ കണ്ടാൽ എന്താ തോന്നുക എന്നുള്ളതാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ഉപമാലങ്കാരമാണ് പല ദിക്കിലും. ചിലയിടത്ത് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ വ്യതിരേകമാണോ എന്നും സംശയം തോന്നാം. നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. സവൽക്കലാഹ ചാരുജടാകലാപാഹ ശീതാതപക്ലേശസഹാഹ അവിക്രിയാഹ തീരദ്രുമനിർവിശേഷാഹ മഹാന്തഃ. മഹാന്തഃ മഹാന്മാർ, തപോധനന്മാർ. എങ്ങനെയൊക്കെയാണ് അവരുടെ വിശേഷണങ്ങൾ പലതും കൊടുക്കുകയാണ്. സവൽക്കലാഹ, ഈ തപോധനന്മാർ അഥവാ ഋഷീശ്വരന്മാരൊക്കെ സാധാരണമായിട്ട് വൽക്കലങ്ങളാണ്, മരവുരിയാണ് ധരിക്കുക. അതാണ് സവൽക്കലാഹ, മരവുരി ധരിക്കുന്നവരായും. അതുപോലെ തന്നെ ചാരു ജടാകലാപാഹ, ചാരു സുന്ദരമായിട്ടുള്ള ജടാകലാപങ്ങൾ. ജട തലമുടിയുടെ ജട, അതായത് തലമുടി ഇങ്ങനെ നീട്ടി വളർത്തി ധാരാളം നീണ്ടു കിടക്കുന്ന, സംസ്കാരങ്ങളൊന്നും ചെയ്യാത്തതായ, നീണ്ട ചുരുണ്ട് വളർന്നു നിൽക്കുന്ന, തിങ്ങി നിൽക്കുന്നതായ ജടകൾ, അതാണ് ജടാകലാപാഹ. ഈ തപോധനന്മാരുടെ രൂപമാണ് വർണ്ണിക്കുന്നത്. ചാരു ജടാകലാപാഹ മാത്രമല്ല ശീത ആതപക്ലേശസഹാഹ. ഈ കാവേരിയുടെ തീരത്ത് നിൽക്കുമ്പോൾ അവിടെ കാവേരിയിലെ വെള്ളത്തിൽ നിന്ന് വീശുന്ന കാറ്റുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും. അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും, തണുപ്പുണ്ടാവും. അതല്ല എങ്കിൽ വേനൽക്കാലത്ത് ചൂടും ഉണ്ടാവും. രണ്ടും സഹിക്കാൻ തയ്യാറായിട്ടുള്ളവർ, അതാണ് ശീത ആതപ ക്ലേശങ്ങൾ. തണുപ്പിൻ്റെയും ചൂടിൻ്റെയും ക്ലേശങ്ങൾ സഹിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തവർ, അത് സഹിക്കാൻ കഴിവുള്ളവർ. ശീതാതപ ക്ലേശസഹാഹ അവിക്രിയാഹ, മാത്രവുമല്ല അനങ്ങാതെ നിൽക്കുന്നവർ, വിക്രിയകളൊന്നുമില്ലാത്തവർ. അതുകൊണ്ടാണ് അവരെ തീരത്ത് നിൽക്കുന്ന മരങ്ങളുമായിട്ട് തുല്യമാണ് എന്ന് കവി വർണ്ണിക്കുന്നത്. സാധാരണഗതിയിൽ മനുഷ്യരാണെങ്കിൽ അല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിലൊക്കെ എണീറ്റ് നടക്കുക, അവരുടേതായിട്ടുള്ള ക്രിയകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്. ഒന്നും ചെയ്യുന്നില്ല. മരങ്ങളൊക്കെ എന്താണ് ചെയ്യുക? കാറ്റത്താടി ഉലയും, ചെറുതായിട്ട് വളരും, അത്രയൊക്കെ ഉള്ളൂ. അവർ നിന്നിടത്തു നിന്ന് അനങ്ങില്ല. അതേപോലെ തന്നെയാണ് ഋഷീശ്വരന്മാർ എന്നുള്ളത് കൊണ്ടാണ് അവരെ അവിക്രിയാഹ എന്ന് പറഞ്ഞത്. തപോനിരതന്മാരായതുകൊണ്ട് മരങ്ങളെ പോലെ തന്നെ പ്രത്യേകിച്ച് യാതൊരു ചലനങ്ങളും ഇല്ലാത്തവരാണവർ. അവിക്രിയാഹ തീരദ്രുമ നിർവിശേഷാഹ, അതുകൊണ്ട് തന്നെ തീരത്ത് നിൽക്കുന്ന മരങ്ങളെപ്പോലെ, മരങ്ങൾക്ക് തുല്യമായിട്ടുള്ള തീരദ്രുമ നിർവിശേഷാഹ, തീരത്തെ ദ്രുമങ്ങളോട് തുല്യമായിട്ടുള്ളവർ, അവയുമായിട്ട് യാതൊരു ഭേദവുമില്ലാത്തവരായ മഹാന്തഃ, മഹാന്മാരായിട്ടുള്ള തപോധനന്മാർ. അവർ അമുഷ്യാം, അമുഷ്യാം എന്ന് പറഞ്ഞാൽ കാവേരി നദിയുടെ തീരത്തിലിരുന്നു കൊണ്ട് തപാംസി സാധുചരന്തി, കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നു. യാതൊരു അനക്കവുമില്ലാതെ അങ്ങനെ നിന്ന് തപസ് ചെയ്യുന്നു. അവരെ ആരും ശല്യപ്പെടുത്താറില്ല. പ്രത്യേകിച്ച് കാവേരി നദിയുടെ തീരം തപോനുഷ്ഠാനങ്ങൾക്കൊക്കെ ഏറ്റവും ഉചിതമാണ് എന്ന് കൂടിയാണ് കവി സൂചിപ്പിക്കുന്നത്. അപ്പോൾ മരങ്ങളുടെ അതേ സ്വഭാവമാണ് തപോധനന്മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ രൂപകമുണ്ട്,
അല്ലെങ്കിൽ ലേശമെന്തോ വ്യത്യാസം മനുഷ്യരാണെന്നുള്ളത് കൊണ്ട് അവിടെ വ്യതിരേകമുണ്ടെന്ന് പറയാം. അതൊക്കെയാണ് പലതരം അലങ്കാരങ്ങളുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വലക്കലം ധരിച്ചവർ, ജടാകലാപങ്ങളുള്ളവർ, അതൊക്കെ മരത്തിനുമുണ്ട്. മരവുരിയുണ്ട് മരത്തിന്. അതുകൊണ്ട് അവിടെ ശ്ലേഷം പോലെയും നമുക്ക് അർത്ഥം വ്യാഖ്യാനിക്കാം. മനുഷ്യർ മരവുരി ഉടുക്കുന്നുണ്ട്. മരങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ളത് മരവുരി തന്നെയാണ്. അതുപോലെ തന്നെ നല്ല സുന്ദരമായിട്ടുള്ള ജടാകലാപങ്ങൾ, അവയുടെ തലയിലാണ് നിറയെ ഇലകളും കൊമ്പുകളും ശാഖകളും അല്ലെങ്കിൽ ഫലങ്ങളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ജടാകലാപങ്ങളാണ്. ഇനി ശീതത്തിനെയും തണുപ്പിനെയും ആതപത്തിനെയും ചൂടിനെയും സഹിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്തവരാണ്. അവിക്രിയന്മാരാണ്. പ്രത്യേകിച്ച് ഒന്നിനോടും പ്രതികരിക്കാത്തവർ, ശാന്തസ്വഭാവികളാണ്. മരങ്ങളും അതെ, അതുപോലെ തന്നെ തപോധനന്മാരും അതെ. അതുകൊണ്ടാണ് അവരെ മരങ്ങളോട് ഉപമിച്ചത് തന്നെ. അങ്ങനെയുള്ള ധാരാളം താപസന്മാർ ഈ നദിയുടെ തീരത്ത് ഉണ്ട് എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് 63-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പരിച്യുതായസ്യ പദാരവിന്ദാൻ മന്ദാകിനി വിശ്വമിദം പുനീതേ സേവ്യസ്ത്രയാണാമപി വിഷ്ടപാനാം സംസേവതേ വിശ്വപതിഃ കിലൈനാം. ആദ്യം പദച്ഛേദം പറയാം. പരിച്യുത യസ്യ പദാരവിന്ദാത് മന്ദാകിനി വിശ്വം ഇദം പുനീതേ സേവ്യ ത്രയാണാം അപി വിഷ്ടപാനാം സംസേവതേ വിശ്വപതി കില ഏനാം. ഈ ശ്ലോകത്തിൽ കാവേരി നദീ തീരത്ത് വസിക്കുന്ന നിത്യസന്നിഹിതനായിട്ടുള്ള ഭഗവാൻ ശ്രീരംഗനാഥനെയാണ് വർണ്ണിക്കാൻ പുറപ്പെടുന്നത്. അപ്പോഴാണ് നമുക്ക് തോന്നുക, കഷ്ടമായി, ഒരു 3-4 ശ്ലോകങ്ങൾ കൂടിയേ ഭഗവാനെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത്. കുറേ കൂടിയൊക്കെ ആവായിരുന്നു, ആ പ്രദേശത്തെ പറ്റി കുറച്ചും കൂടിയൊക്കെ വർണ്ണിക്കാമായിരുന്നു എന്ന് ഇപ്പോഴൊക്കെയാണ് യഥാർത്ഥത്തിൽ തോന്നിപ്പോവുക. എന്താ പറയണതെന്ന് നോക്കാം. യസ്യ, യാതൊരു ഭഗവാന്റെ, പദാരവിന്ദാത്, പാദപങ്കജങ്ങളിൽ നിന്നാണോ, പരിച്യുത, ഉയർന്നു പുറപ്പെടുന്ന ഒഴുകി വരുന്നവളായ, മന്ദാകിനി, മന്ദാകിനി സ്വർഗംഗ, ഇതം വിശ്വം പുനീതേ, ഈ ലോകത്തെ മുഴുവനും പരിപാവനമാക്കുന്നത്. ഗംഗാനദിയുടെ വർണ്ണനയെന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ കാവേരിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഗംഗാനദിയെ പറ്റി പറയണത് എന്നാണെങ്കിൽ, ഗംഗാനദിയുടെ പ്രാധാന്യമല്ല പറയാൻ വരണത്. ഗംഗാനദി ആരുടെ പാദാരവിന്ദങ്ങളിൽ നിന്നാണോ വരണത് ആ ദേവൻ എന്ന് പറയാനാണ് തുടങ്ങുന്നത്. ഗംഗാനദി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ നിന്നാണ് അത്രേ പുറപ്പെടുന്നത്. പുറപ്പെട്ടതിന് ശേഷം പിന്നെ ശ്രീ പരമേശ്വരനൊക്കെ അതിൽ വരുന്നുണ്ട്. ഭൂമിയിലേക്ക് എത്തിയപ്പോൾ താങ്ങി നിർത്തിയത് തൻ്റെ ജടയിലാണ്, പത്നിയാക്കി എന്നുള്ള കഥകളൊക്കെ വരുന്നുണ്ടെങ്കിലും നദി ഉദ്ഭവിക്കുന്നത് ഭഗവത് പാദാരവിന്ദങ്ങളിൽ നിന്നാണ് എന്നാണ് പ്രശസ്തി. അതാണ് ഇവിടെ പറയണത്. യസ്യ പാദാരവിന്ദാത് പരിച്യുത മന്ദാകിനി ഇദം വിശ്വം പുനീതേ. ആരുടെ കാൽക്കൽ നിന്നാണോ, തൃക്കാൽക്കൽ നിന്നാണോ ഈ ഗംഗാനദി, മന്ദാകിനി നദി പ്രവഹിച്ച് ലോകത്തെ മുഴുവനും പരിപാവനമാക്കുന്നത്. ത്രയാണാം വിഷ്ടപാനാം സേവ്യ, ഈ 3 ലോകങ്ങൾക്കും സംസേവ്യനായിട്ടുള്ള, 3 ലോകങ്ങളാലും സേവിക്കപ്പെടുന്ന, വന്ദിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്നവനായ വിശ്വപതി, വിശ്വങ്ങളുടെ മുഴുവനും പാലകനായിട്ടുള്ള, പതിയായിട്ടുള്ള ഭഗവാൻ ശ്രീരംഗനാഥൻ. ഏനാം കില സംസേവതേ, ആ ശ്രീരംഗനാഥനും ഈ നദിയുടെ തീരത്ത് തന്നെയാണ് താമസിക്കുന്നത്, വസിക്കുന്നത്. ഭഗവാന്റെ പ്രതിഷ്ഠ, ശ്രീരംഗനാഥ രൂപത്തിലുള്ള പ്രതിഷ്ഠ ഈ കാവേരി നദിയുടെ തീരത്ത് തന്നെയാണ് എന്നർത്ഥം. അതാണ് പറയണത്. ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിലും അടുത്ത ശ്ലോകങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വ്യാഖ്യാതാവ് വിസ്തരിച്ച് പറയുന്നുണ്ട്. അതായത് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ശ്രീരംഗനാഥൻ്റെ മന്ദിരം, ക്ഷേത്രം ഈ നദിയുടെ തീരത്താണ്. അപ്പോൾ ആ ക്ഷേത്രമൊക്കെ ആ കാലത്തും ഉണ്ട്. ഏത് കാലത്ത്, നമ്മളിപ്പോൾ അതിൻ്റെ കാലം കണക്കാക്കുമ്പോൾ 1000 കൊല്ലത്തെ പഴക്കമെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അത്രയ്ക്ക് മുമ്പാണ് ഈ അമ്പലം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ കാലം, 1000 കൊല്ലങ്ങൾക്ക് മുമ്പേയും ഈ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. സുകുമാരകവി അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണല്ലോ നമ്മൾ ഇതിൽ നിന്നൊക്കെ വായിച്ചെടുക്കേണ്ടത്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് രംഗനാഥ സ്വാമിയുടേത്. അത് വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ ധാരാളം കൊത്തുപണികളും തച്ച് വേലകളുമൊക്കെ ചേർന്നിട്ടുള്ളതായ ഒരു ക്ഷേത്രമാണ്. നവീകരണങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ടാവാം, പക്ഷേ
നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചില ചരിത്ര സൂചനകൾ കൂടിയാണ്. എത്ര കാലം മുമ്പ്, ഏതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്ര സമുച്ചയങ്ങളൊക്കെ ഇവിടെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ചരിത്രം വളരെ വട്ടപൂജ്യമാണെന്നൊക്കെ പറയുമ്പോഴും അതിനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമേ വട്ടപൂജ്യമാകുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ തന്നെ പരമപൂജ്യമാണ് എന്നുള്ളതും ഭാരതീയരായിട്ടുള്ള നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. വെറുതെ അതും ഇതും പറയുന്നത് കേട്ടിട്ട് പുച്ഛിച്ച് കളയേണ്ട ഒരു സംസ്കാരമല്ല ഭാരതീയമായിട്ടുള്ള സംസ്കാരം. അതിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ടത് ഭാരതീയരായ നമ്മൾ ഓരോരുത്തരുമാണ്. അല്ലാതെ ആരാ ഇതിനെ ചേർത്ത് വയ്ക്കാനുള്ളത്? നമ്മളും അതിനെ നിന്ദിച്ചു തുടങ്ങിയാൽ പിന്നെ മറ്റുള്ളവർക്ക് വല്ല വിലയും കാണുമോ? എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുറമേ ഉള്ളവർക്ക് കുറേയും കൂടി ബഹുമാനവും ആരാധനയും ഒക്കെ നമ്മുടെ സംസ്കാരത്തിനോട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എത്രയൊക്കെ നമ്മൾ പലപ്പോഴും പല കൂട്ടരും അതിനെയൊക്കെ തള്ളി പറയാൻ നോക്കിയാലും ഇതൊക്കെ ഇവിടെ വളരെ കാലം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാവ്യം നമുക്ക് തരുന്നത്. ഇന്നത്തെ ശ്ലോകങ്ങൾ രണ്ടും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സവൽക്കലശ്ചാരുജടാകലാപാഃ ശീതാതപക്ലേശസഹാ മഹാന്ത അവിക്രിയാഃ സാധുചരന്ത്യമുഷ്യാം തപാംസി ധീരദ്രുമനിർവിശേഷാഃ പരിച്യുതാ യസ്യ പദാരവിന്ദാൻ മന്ദാകിനി വിശ്വമിദം പുനീതേ സേവ്യസ്ത്രയാണാമപി വിഷ്ടപാനാം സംസേവതേ വിശ്വപതിഃ കിലൈനാം. അങ്ങനെ ആരുടെ പാദാരവിന്ദങ്ങളിൽ നിന്നാണോ ഗംഗാനദി പുറപ്പെടുന്നത് ആ വിശ്വപതി ഈ കാവേരി നദിയെ സേവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കാവേരി നദിയുടെ മേന്മയും ശ്രേഷ്ഠതയും ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ഉണ്ടായത് എന്നും കാണാൻ പറ്റും. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.